അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ മിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان وما لم يشاء لم يكن لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ورفعنا لك ذكرك. وقد قال النبي صلى الله عليه وسلم من كذب علي متعمدا فليتبوأ مقعده النار. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا صاحب البغداد كل ناصري يا مطلب الحاجات عبد القادر. സർവാധന്യരായ കൊടുകദ്രഹം മുസ്ലിയാർ, കെ സി അബൂബക്കർ ദാരിമി, സി മുഹമ്മദ് അലി ഫൈലി, അബ്ദുസമദ് ഫൈസി, അബി ഫൈസി കോട്ടപ്പാടം, ഷമീർ ഫൈസി, സാദ ഹാജി, ഡോക്ടർ ടി എസ് സിദ്ദീഖ്, ടി സലാം മാസ്റ്റർ, മുഹമ്മദ് അലി മാസ്റ്റർ അടക്കം വേദിയിലും സദസ്സിലുമായിട്ടുള്ള പണ്ഡിത മഹത്തുക്കളെ, നല്ലവരായ രക്ഷിതാക്കളെ, കർമ്മോത്സുകരായ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടലും നാം പറയുന്നതും കേൾക്കുന്നതുമൊക്കെ സ്വാലിഹായ അമലായി നമ്മെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മെ, നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മോട് ബന്ധപ്പെട്ടവർ, നമ്മെ സഹായിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മോട് സഹകരിച്ചവർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ എല്ലാവരെയും അള്ളാഹു സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും അവരിൽ നിന്നും മരണപ്പെട്ടവരുടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിനും റാഹത്തിനുമാക്കി തീർക്കട്ടെ. ബിഹക്കി നബിയ്യിനൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനികളെ, ശക്തമായ മഴയായിട്ടും യാതൊരു പ്രചരണവുമില്ലാതെ, നിങ്ങളൊക്കെ നോട്ടീസ് കണ്ടിരിക്കും, ഒരു A4 ഷീറ്റിൻ്റെ 1/4 വലിപ്പം പോലുമില്ലാത്ത ചെറിയ ഒരു നോട്ടീസ് മാത്രം അടിച്ചപ്പോഴേക്കും ഇത്രയും ആളുകൾ ഇവിടെ തടിച്ചുകൂടിയെങ്കിൽ ഇനി മണ്ണാർക്കാടിൻ്റെ പ്രദേശത്ത് നമ്മുടെ ഏരിയയിൽ മറ്റൊരു വിഭാഗത്തിനും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ സദസ്സ് നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇന്ന് ഉച്ചൻ്റെ ശേഷമുള്ള മഴ കണ്ടപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു ആൾ വളരെ കുറവായിരിക്കും, ആരും ഉണ്ടാവില്ല. നമ്മൾ ഭയങ്കര സ്ട്രോങ്ങുള്ള
ചൂടുള്ള പ്രവർത്തകന്മാർ മാത്രമേ വരുള്ളൂ എന്നൊക്കെ നമ്മൾ വിചാരിച്ചു. പക്ഷെ വന്നു നോക്കുമ്പോൾ അതിനേക്കാൾ ഉപരി സത്യം മനസ്സിലാക്കുന്ന ചിന്തയോടുകൂടെ ധാരാളം ആളുകൾ ഒത്തുകൂടിയിട്ടുണ്ട്. കൂട്ടത്തിൽ മറുവിഭാഗത്തിൻ്റെ ആളുകളും ധാരാളം ഞാൻ വരുമ്പോൾ പലരെയും കണ്ടു. വളരെയധികം സന്തോഷമുണ്ട്. അവരൊക്കെ സർവാത്മന ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രവർത്തകന്മാരെ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അവരെ ഒന്ന് വളരെ സ്നേഹത്തോടുകൂടെ ഇവിടെ ഇരുന്നു കൊണ്ട് കേൾക്കുന്ന സഹോദരന്മാർ, അതിനു പുറമെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ നമ്മുടെ SKSന്റെ ഇന്റർനെറ്റ് സംവിധാനത്തിലൂടെ ഇന്ന് വല്ലാത്തൊരു സംഭവമായി മാറിയിരിക്കുകയാണ് നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം. സത്യത്തിൽ ഈ മുടി വിവാദത്തിൽ വലിയൊരു പങ്ക് വഹിച്ചത് ഇന്റർനെറ്റ് ക്ലാസ് റൂമാണ്. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ സംവാദങ്ങളും അതിലെ ചില മുഖാമുഖങ്ങളും അതിലെ വിഷാവതരണങ്ങളുമാണ് പലപ്പോഴും ഇവരെ വല്ലാതെ അലോസരപ്പെടുത്തിയത്. ആ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ഒരുപാട് മറുവിഭാഗത്തിൻ്റെ ആളുകൾ കേൾക്കുന്നുണ്ട് എന്നുള്ളത് നമ്മെ സന്തോഷിപ്പിക്കുന്നൊരു കാര്യമാണ്. അവർക്കെങ്കിലും സത്യം ബോധ്യപ്പെട്ട് സത്യത്തിൻ്റെ കൂടെ നിൽക്കാതെ സന്മനസ്സുണ്ടായെങ്കിൽ നമ്മൾ കൊതിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമൂഹത്തിൽ ഇകഴ്ത്തുന്ന വിധം ഒരു മുടിയുമായി കൊണ്ട് കടന്നു വരികയും ആ മുടിയുടെ പേരിൽ പല തട്ടിപ്പുകൾ നടത്തുകയും ചെയ്തപ്പോൾ ഇത് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കൽ നമ്മുടെ ബാധ്യത ആയതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിൻ്റെ അച്ചടക്കമുള്ള വിദ്യാർത്ഥി സംഘടന SKSSFും ഇങ്ങനൊരു ക്യാമ്പയിനും ഇങ്ങനൊരു പ്രചരണവുമായി കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അൽഹംദുലില്ലാ, നമ്മളെ ക്യാമ്പയിൻ്റെയും നമ്മുടെ പ്രചരണത്തിൻ്റെയും ഫലം കണ്ടു എന്ന് തന്നെ പറയാം. ഇന്നവരെ കൂട്ടത്തിലെ എല്ലാവർക്കും അത് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി ആര് പുറത്ത് മുടിയെ അനുകൂലിച്ച് പറയുന്നുണ്ടെങ്കിലും അവരുടെയൊക്കെ മനസ്സുള്ള ചിന്താഗതി ഈ മുടി വ്യാജം തന്നെയാണ്. എല്ലാവരും അവരെ കൂട്ടത്തിൽ ഓരോരുത്തരും ഇൻഷാ അല്ലാഹ് ഞാൻ ഓരോന്ന് കേൾപ്പിക്കാൻ പോവുകയാണ്. അവരെ കൂട്ടത്തിലെ ഓരോ പ്രമുഖരായ ആളുകളൊക്കെ അക്കാര്യങ്ങൾ തുറന്നു പറയുന്നതിൻ്റെ നേർക്കാഴ്ചകളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മുടി, പരിശുദ്ധമായ തുരുക്കേശം, അതിനെക്കുറിച്ച് നമുക്ക് തർക്കമേ ഇല്ല. അത് ആദരിക്കപ്പെടേണ്ടതാണ്, അത് ബഹുമാനിക്കപ്പെടേണ്ടതാണ്, അത് വളരെയധികം ബഹുമാനിക്കപ്പെടേണ്ടതാണ്. അതിൽ യാതൊരു തർക്കവും നമുക്കില്ല. പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകൾക്ക് പ്രത്യേകതയുണ്ട്. അങ്ങനെയാണല്ലോ പൂർവികർ നമ്മെ പഠിപ്പിച്ചതും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇന് അവിടുത്തെ ഷറഫാക്കപ്പെട്ട തലയിലെ തലമുടി മുണ്ഡനം ചെയ്ത സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഷറഫാക്കപ്പെട്ട തിരുക്കേശം ലഭിക്കാൻ വേണ്ടി സഹാബാക്കൾ തിക്കും തിരക്കും കൂട്ടിയിരുന്നു. കിട്ടിയവരൊക്കെ വളരെ ബഹുമാനത്തോടുകൂടെ വളരെ ആദരവോടുകൂടെയായിരുന്നു സൂക്ഷിച്ചു വച്ചിരുന്നത്. കിട്ടിയവർ വളരെ ബഹുമാനത്തോടുകൂടെ അവരെ തൊപ്പിയിൽ തുന്നിപ്പിടിപ്പിച്ചവരുണ്ട്, വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചവരുണ്ട്. കിട്ടാത്ത ആളുകളൊക്കെ കിട്ടി വരുന്നത് വാങ്ങുന്നു, ചുംബിക്കുന്നു. വലിയൊരു മഹാൻ പറയുന്നു, നോക്കും നിങ്ങൾ, ലൻ തകൂന ഇൻദി മിൻഹു ശഅറ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയിൽ നിന്ന് ഒരു മുടി എൻ്റെ കയ്യിലുണ്ടാകുക എന്നുള്ളത് അഹബ്ബു ഇലയ്യ മിൻ കുല്ലി അസ്ഫറ വ അബിയള അസ്ബ അലാ വജ്ഇൽ അർളി വഫീ ബത്നിഹാ, ഭൂമിയിലുള്ള സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും എന്നുവേണ്ട സകല വസ്തുക്കളും ലഭ്യമാകുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ദഹബിൻ വഫില്ലത്തിൻ ഫിൽ അർള്, ഭൂമിയിലുള്ള സകല വെള്ളിയേക്കാളും സകല സ്വർണത്തിനേക്കാളും പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു തിരുക്കേശം എൻ്റെ കയ്യിൽ ലഭിക്കുക എന്നുള്ളതാണ്. പുണ്യനബിയുടെ ഒരു മുടി ലഭിക്കുക എന്നുള്ളത് ഇത്രത്തോളം പുണ്യമായിട്ടാണ് അവർ കണ്ടത്. മാത്രമല്ല, ആ കിട്ടിയ മുടി വെള്ളത്തിൽ മുക്കുന്നു, എന്നിട്ട് ആ വെള്ളം കുടിക്കുന്നു. ഒരു കിട്ടാക്കനിയായിട്ടാണ് മുടിയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുക്കേശത്തെ അവർ കണ്ടിരുന്നത്. ഹിജറ 50 ജീവിച്ചിരുന്ന മഹാന്മാര് പോലും പറഞ്ഞിരുന്നത് ഒന്ന് കിട്ടിയെങ്കിൽ എന്നാണ്. ഈ സംഭവം രേഖപ്പെടുത്തിക്കൊണ്ട് ഹാഫിദ് ദഹബി ഷംസുദ്ദീൻ അബു അബ്ദുല്ല മുഹമ്മദ് ബിൻ അഹ്മദ് ദഹബി തന്റെ സിയറു അലാമിന്റെ പേരിൽ രേഖപ്പെടുത്തുന്ന കാണാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം പറയുന്നു, മിസ്ലു ഹാദാ യഖൂലുഹു ഹാദൽ ഇമാം ബഅദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി 50 സന. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി 50 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ തന്നെ അക്കാലഘട്ടക്കാർ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നുവെങ്കിൽ അന്നെന്നത് കിട്ടാക്കനിയാണ്. 50 വർഷമേ പിന്നിട്ടുള്ളൂ. ഫമല്ലദീന ഖൂലുഹു നഹ്നു ഫീ വഖ്തിനാ, ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്താ പറയുക?
ഇതാരാ പറയുന്നത്? ഇമാം ഹാഫിദ് ദഹബി തന്റെ സീറു അലാമിന്റെ ബിൽ രേഖപ്പെടുത്താൻ കാണാൻ സാധിക്കും. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. അപ്പൊ ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്താ പറയേണ്ടത്? നിങ്ങൾ അറിയണം, ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുള്ള കളിയാണ്. കാരണം ഇത് റസൂലുള്ളാഹിന്റെ മുടിയാണ് എന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നതെങ്കിൽ നമ്മളിത് വിശ്വസിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ മുടിയുടെ ഉടമ ആരാണോ അത് പ്രവാചകനാണെന്ന് സമ്മതിക്കേണ്ടി വരും. സത്യത്തിൽ ഈ മുടി ആരുടേതാണ്? ഇപ്പൊ ഇവർ ആക്കോട് വെച്ചുകൊണ്ട് ഒരു മുടിയിട്ട വെള്ളം കുടിക്കുകയുണ്ടായി. ആ മുടി ആരുടെ മുടിയാണ്? ഇൻഷാ അല്ലാഹ് ഞാൻ കേൾപ്പിക്കാൻ പോകുന്നുണ്ട്. പൊന്മള പങ്കുവെക്കുന്നു, അത് അമ്മുവിന്റെ മുടിയാണ്. നിങ്ങൾ ആലോചിക്കണം. അപ്പൊ ഇത് കുടിച്ചവരുടെ വിശ്വാസം എന്താ? ഈ മുടിയുടെ ഉടമയാണ് എന്റെ പ്രവാചകൻ, അഥവാ അമ്മുവാണ് എന്റെ പ്രവാചകൻ. ഗൗരവല്ലേ? നിങ്ങൾ ആലോചിക്കുന്നു. ഇത് നമ്മൾ തിരുത്തണ്ടേ? ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? ഇതേ എക്സ്കസ് ചെയ്യുന്നുള്ള പ്രശ്നമുണ്ടാക്കലല്ല, ഇത് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കല. അവർ പലതും പ്രചരിപ്പിച്ചിട്ടുണ്ട്. കാന്തപുരത്തിനെ കുറിച്ച് ഒരു വാനോളം പുകഴ്ത്തിക്കോട്ടെ, നമുക്ക് വിരോധമില്ല. പറഞ്ഞ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണമെങ്കിൽ കാന്തപുരത്തിന് ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കാന്തപുരത്തിന് ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു, അതൊക്കെ പോട്ടെ. എത്രത്തോളം പറഞ്ഞു? കേരളത്തിന്റെ ശ്രീകൃഷ്ണനാണ് കാന്തപുരം എന്ന് പറഞ്ഞു. ആരാണ് പറഞ്ഞു? കാന്തപുരം ഇരിക്കുന്ന സ്റ്റേജിലാണ് പ്രസംഗിച്ചത്. കൂടെയുള്ളവരൊക്കെ തക്ബീർ ചൊല്ലി. കാന്തം എന്ന് പറഞ്ഞാൽ ആകർഷിക്കുന്നത്, പുരം എന്ന് പറഞ്ഞാൽ നഗരം എന്നാണ് അർത്ഥം. എന്നിട്ട് കാന്തപുരത്തിന്റെ കേരള യാത്രയിൽ ഒരാൾ പ്രസംഗിക്കുക. അപ്പൊ കാന്തപുരം എന്ന് പറഞ്ഞാൽ സകല നഗരങ്ങളെയും ആകർഷിക്കുന്ന വ്യക്തി. അതേ അർത്ഥമാണ് ശ്രീകൃഷ്ണനുമുള്ളത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കേരളത്തിന്റെ ശ്രീകൃഷ്ണനാണ് കാന്തപുരം. ഉസ്താദ് എണീറ്റിട്ട് മറുപടി പറയുമ്പോൾ പറയണ്ടേ, അരുത്, എന്നെ കുറിച്ച് അങ്ങനെ പറയരുത്. കുട്ടികൾ അതിനും തക്ബീർ ചൊല്ലി. അത് പറയട്ടെ, നമുക്ക് സഹിക്കാം. കാരണം അതും അദ്ദേഹവുമായിട്ടുള്ള ഒരു വിഷയമാണ്. നോക്കൂ നിങ്ങൾ, മഞ്ചേരി നടന്ന കേരള യാത്രയിലെ സ്വീകരണ യോഗത്തിൽ പ്രസംഗിച്ചൊരു പ്രസംഗം കേൾക്കും നിങ്ങൾ. അതെന്താണെന്ന് വെച്ചാൽ കാന്തപുരം എന്ന വാക്കിന്റെ സംസ്കൃതമാണ്. അതായത് കാന്തം എന്ന് പറയുന്ന വാക്കിനെ ആകർഷിക്കുന്നത് എന്നാണ് അർത്ഥം. പുരം എന്നതിന് അർത്ഥം നഗരം, ശരീരം എന്നൊക്കെയാണ്. അപ്പൊ കാന്തപുരം എന്ന് പറയുന്നത് കേരളത്തെ മുഴുവൻ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരമായോ കേന്ദ്രമായോ മാറിക്കഴിഞ്ഞു. ആ മാറ്റം ഞാൻ കുറച്ചും കൂടി കടത്തി പറയുകയാണ്. അത് നിങ്ങൾ ഈ കാണിച്ച ആവേശപ്രകടനം കൊണ്ടല്ല, നമ്മളത് ചിന്തിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? അത് ഇത് തന്നെയാണ്. കൃഷ്ണ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഓൾ അട്രാക്റ്റീവ്നെസ് എന്ന് ഇംഗ്ലീഷിലും, സംസ്കൃതത്തിൽ കർഷകേ ഇതി കൃഷ്ണ എന്നാണ്. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ആകർഷിക്കുന്നത് ഏതോ അതാണ് കൃഷ്ണൻ എന്ന് പറയും. അതുപോലെ കാന്തപുരം ആ അർത്ഥത്തിൽ കേരളത്തിന്റെ ഒരു കൃഷ്ണനായിട്ട് മാറിയിട്ടുണ്ട്. കണ്ണങ്ങള്, കാന്തപുരം കേരളത്തിന്റെ ശ്രീകൃഷ്ണൻ. അതൊക്കെ അവർ പറഞ്ഞോട്ടെ, നമുക്ക് സഹിക്കാം. അവർ പറഞ്ഞോട്ടെ, അവരല്ലേ തിരുത്തേണ്ടത്. കാന്തപുരം ആ വേദിയിൽ മറുപടി പറയുമ്പോ, നന്ദി പ്രസംഗം നടത്തുമ്പോൾ പറയണ്ടേ, അരുത് സഹോദര, അരുത്, അങ്ങനെ എന്നെക്കുറിച്ച് പറയരുതായിരുന്നു. പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ആ CD അല്ലേ അവർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര വേദനയുണ്ട് സഹോദരന്മാരെ. പക്ഷേ നമ്മൾ അതും സഹിച്ചു. പലതും പറഞ്ഞപ്പോൾ നമ്മൾ സഹിച്ചു. എന്തൊക്കെ പറഞ്ഞു? കാന്തപുരം അറിയാതെ അല്ലാഹു സുബ്ഹാനഹു ഇവിടെ ഒന്നും ചെയ്യൂല എന്ന് പറഞ്ഞു. ഇവിടെ എന്ത് നടക്കണമെങ്കിലും അല്ലാഹു സുബ്ഹാനഹു കാന്തപുരത്തിനോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. അതും നമ്മൾ സഹിച്ചു. എന്താണ് ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥങ്ങൾ എത്തിച്ചു? കാന്തപുരം ഉസ്താദ് അറിയാതെ അല്ലാഹു തആല ഇവിടെ ഒന്നും ചെയ്യൂല. അത് പറഞ്ഞപ്പോ നമ്മളത് സഹിച്ചു. നമ്മൾ വിചാരിച്ചു ഒരു സ്വപ്നജീവി പറഞ്ഞതല്ലേ എന്ന്. നോക്കുമ്പോൾ സ്വപ്നജീവി മാത്രമല്ല, നേരത്തെ പറഞ്ഞ ഒതുക്കങ്ങൾ കയറി നിൽക്കുന്ന വ്യക്തിയും പറഞ്ഞു. നൗഷാദ് ഹസന് പറഞ്ഞു, അതിൽ കുഴപ്പമൊന്നുമില്ല, ആ പറഞ്ഞതിൽ പ്രശ്നമൊന്നുമില്ല. ഏതില്? ഉസ്താദ് അറിയാതെ അല്ലാഹുവോട് ഒന്നും ചെയ്യൂല എന്ന് പറഞ്ഞതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അത് ഏതുപോലുള്ള അറിയൂ? അദ്ദേഹം പറഞ്ഞു, അത് സാധാരണ നമ്മൾ പറയും പോലെ SK പറയില്ലേ, ഹമീദ് ഫൈസി അറിയാതെ SK ഒന്നും ചെയ്യൂല എന്ന് പറയില്ലേ, അത്രക്കുള്ളൂ. SK ഒരു കാര്യം തീരുമാനിച്ചു. ഹമീദ് ഫൈസി വിളിച്ചിട്ട് പറഞ്ഞു, ആ കാര്യം മാറ്റിവെക്കണം. നമ്മൾ മാറ്റിവെക്കും. അപ്പൊ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അല്ലൊരു കാര്യം തീരുമാനിച്ചു. അപ്പോൾ ആ ഉസ്താദിന്റെ ഫോണ്, ആ കാര്യം ഒന്ന് മാറ്റിവെക്കണം, മാറ്റിവെക്കും. രണ്ടാമത്തെ ഉദാഹരണം പറഞ്ഞു,
മുസ്ലിം ലീഗിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നത് പോലെയാണത്. എന്താ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയും പോലെയാണ്? മുസ്ലിം ലീഗിൽ തീരുമാനം എടുത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞാൽ ആ തീരുമാനം പിൻവലിക്കും എന്നതുപോലെയാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചു, അപ്പുസ്താദ് ഇടപെട്ടാൽ ആ കാര്യം തീരുമാനം പിൻവലിക്കും. പിന്നെ പറഞ്ഞ എന്താണ്? ഏപ്പിസ്താദ് അറിയാതെ ഞാൻ അതൊന്നും ചെയ്യൂല. അതല്ല പറഞ്ഞത്, നിങ്ങൾക്ക് തിരിയാതെ പോയതാണ്. അതൊരു വലിയ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയില്ല. അത് നമ്മൾ സാധാരണ പറയുന്ന ഒരു വാക്കാണ്. ഇപ്പൊ ഞാൻ പറയാണ്, എന്റെ വീട്ടില് ഞാൻ അറിയാതെ ഒന്നും നടക്കൂല. നമ്മൾ സാധാരണ പറഞ്ഞല്ലേ, വലിയ ഇപ്പൊ പറയില്ലേ, മുസ്ലിം ലീഗില് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അറിയാതെ ഒന്നും നടക്കൂല അല്ലേ? SKSSF അമ്പലക്കട പറയാതെ ഒന്നും നടക്കൂലട്ടോ പറയില്ലേ? നമ്മൾ സാധാരണ പറയുന്നല്ലേ ഇതൊക്കെ. എന്താ ആന്തപരം ഉസ്താദിന് വീട് എന്ന് പറഞ്ഞ ഈ ലോകാണ്. അമേരിക്കയും അതുപോലെ തന്നെ ഏത് രാഷ്ട്രങ്ങളിലും കടന്നു ചെന്ന് എവിടെയും ഇടപെടാനും കൈകാര്യം ചെയ്യാനും പറയുന്ന ഉസ്താദ്. അപ്പൊ അല്ലാഹു തആല ചെയ്യുന്ന കാര്യങ്ങൾ ഉസ്താദ് ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ആളായതുകൊണ്ട് ഉസ്താദിന് അത് അറിയാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഉസ്താദ് അറിഞ്ഞിട്ടേ അതൊക്കെ ഉണ്ടാകൂ എന്നാണ് ആ പറഞ്ഞതിന്റെ മായന. അതൊക്കെ നമ്മൾ സഹിച്ചു, അതൊക്കെ നമ്മൾ ക്ഷമിച്ചു. പക്ഷേ ഇത് ക്ഷമിക്കാൻ കഴിയില്ല. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി, ഒന്നുകൂടി ഉറക്കനെ ചെല്ലട്ടെ, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമുക്കിത് ക്ഷമിക്കാൻ കഴിയില്ല. നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചല്ലോ ഇതിന്റെ ഗൗരവം എത്രയാണ് എന്നല്ലാതെ നമ്മൾ ഒരിക്കലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശത്തിനെതിരായിട്ടില്ല. പുണ്യനബിയുടെ തിരുകേശമെന്നല്ല, പുണ്യനബിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെയുണ്ടോ എല്ലാം ആദരിക്കപ്പെടേണ്ടതാണ്, എല്ലാം ബഹുമാനിക്കപ്പെടേണ്ടതാണ്. ഒരു തർക്കമില്ല. അവിടുത്തെ തിരുകേശത്തെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ മൻ ആദാ ശഅറത്തും മിന്നീ, മൻ ആദാ ശഅറത്തും മിന്നീ ഫഖദ് ആദാനി. എന്റെ ഒരു ഷഅറത്തിനെ, എന്റെ ഒരു തിരുകേശത്തെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചാൽ ഫഖദ് ആദാനി, അവൻ എന്നെ ബുദ്ധിമുട്ടിച്ചു. ഞാൻ ചോദിക്കട്ടെ, അമ്മുവിന്റെ മുടിയെടുത്തിട്ട് റസൂലുള്ളാഹിന്റെ തിരുകേശമാണെന്ന് പറഞ്ഞാൽ നബിക്ക് എത്ര വേദനയുണ്ടാകും? നബിക്ക് എത്ര വേദനയുണ്ടാകും? എന്നിട്ട് റസൂലുള്ള പറയുന്നു, വമൻ ആദാനി, എന്നെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചാൽ ഫഖദ് ആദല്ലാഹ്, അവൻ അല്ലാഹുവിനെ ബുദ്ധിമുട്ടിച്ചു, അവൻ അല്ലാഹുവിനെ ബുദ്ധിമുട്ടിച്ചു. വമൻ ആദല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാലോ ലഅനഹുല്ലാഹ്, അല്ലാഹുവിനെ ശപിക്കുന്നതാണ്, അല്ലാഹുവിനെ ശപിക്കുന്നതാണ്. അതാണ് പണ്ട് കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞ മുഖം കെടുത്തട്ടെ എന്ന്. പണ്ട് പറഞ്ഞ വാക്ക് ഇപ്പൊ ശരിക്ക് പുലരുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടേതല്ലാത്തൊന്ന് ചേർത്തി പറഞ്ഞ നമ്മുടെ വേദന എത്രയായിരിക്കും? ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ പ്രചരിപ്പിക്കുന്നത്, നമ്മൾ പഠിപ്പിക്കുന്നത്, മദീനയിൽ കിടക്കുന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ പറയുന്നതൊക്കെ കാണുമെന്നല്ലേ, കേൾക്കുമെന്നല്ലേ? അപ്പോൾ ആ നബിയെക്കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബിയിലേക്ക് വേറൊരു മുടി ചേർത്തി പറയുമ്പോൾ അവിടുത്തെ വേദന എന്തായിരിക്കും? അവിടുത്തെ പ്രയാസം എന്തായിരിക്കും? എന്റെ ശബ്ദം കേൾക്കുന്ന SSFകാര, വളരെ സ്നേഹത്തോടുകൂടെയാണ് ഞങ്ങളിത് പറയുന്നത്. ഇത് ഞങ്ങളൊരു വികാര പ്രകടനം മാത്രമല്ല, ഇത് സ്നേഹത്തോടുകൂടെ ഹൃദയം പൊട്ടിക്കൊണ്ടാണ് പറയുന്നത്. നിങ്ങളെ ചില ക്ലിപ്പുകളെ കേട്ടപ്പോ, ഇവിടുത്തെ സക്കാഫിയുടെ ക്ലിപ്പ് കേട്ടപ്പോൾ ഞാനാകെ തരിച്ചുപോയി. സത്യം പറയാലോ, ഇവർക്കിവിടെ നേതൃത്വം നൽകുന്ന ഏലംകുള്ള സക്കാഫി ഞാൻ ഇൻഷാ അല്ലാഹ് കേൾപ്പിക്കാൻ പോകുന്നുണ്ട്. അവരുടെ ക്ലിപ്പ് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. മുടിക്ക് വേണ്ടി പ്രസംഗിച്ചു നടക്കുന്ന അദ്ദേഹം ഫോൺ സംഭാഷണത്തിൽ പറയുന്നു, ആ മുടിയൊക്കെ വ്യാജമാണ്. എന്തിനാണിതൊക്കെ? ഒരറിവുണ്ടായിട്ട് ഇത് ശരിയല്ല എന്നറിഞ്ഞിട്ട് മറച്ചു വെക്കുന്നതിന്റെ വിധി എന്താണ്? ഒന്ന് മനസ്സിലാക്കിക്കൂടെ? അറിയുന്ന ആളാണല്ലോ, അറിയാത്ത ആളൊന്നല്ലോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ സുഇല, ആരോടെങ്കിലും അൻ ഇൽമിൻ, വല്ല അറിവും, ഒരു അറിവ് ചോദിക്കപ്പെട്ടു, ഫഖതമഹു, അതിനവൻ മറച്ചു വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഉൽജിമ യൗമൽ ഖിയാമ ബിലിജാമിൻ മിനൻ നാർ. ഒരു അറിവുണ്ടായിട്ട് ആ അറിവ് പുറത്തു പറയാതെ മറച്ചു വെച്ച് കഴിഞ്ഞാൽ നാളെ മഹ്ശറയിൽ അവനെ തീ കൊണ്ട് നരകം കൊണ്ട് കടിഞ്ഞാണിടും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഈ ശബ്ദം ബൈലക്സിലൂടെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട SSFന്റെ സഹോദര, ഈ ശബ്ദം ഇന്ന് കേൾക്കുന്ന, അല്ലെങ്കിൽ നാളെ CD ഇറങ്ങുമ്പോൾ അതിലൂടെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട SSFന്റെ സഹോദര, ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, മരിക്കണ്ടേ? നമുക്ക് മരിക്കണ്ടേ? പോകണ്ടേ ഇവിടുന്ന്?
സംഘടന ഈ പ്രശ്നമൊക്കെ ഇന്നോ നാളെ തീർന്നേക്കാം, ഇല്ലെങ്കിൽ തീർന്നില്ലായിരിക്കാം. പക്ഷേ പോകണ്ടേ നമുക്ക്, ഇവിടുന്ന് വിട പറയണ്ടേ നമുക്ക്? ഇത് ആരെക്കൊണ്ടുള്ള കളിയാ? ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട കളിയല്ലേ? ഇതല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, ഇതല്ലേ നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇതിന്റെ പേരിൽ നമ്മളെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞു? നമ്മൾ റസൂലുള്ളാഹിന്റെ തിരുക്കേശത്തെ എതിർക്കുന്നവരാണ്. അത് തിരുക്കേശമല്ല, അത് ഒരു കേശം മാത്രമേ ഉള്ളൂ. ഒരു കേശം എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ വെറും കേശം എന്ന് പറയാം. തിരു എന്ന് കൂട്ടിക്കൊടുക്കാൻ ഒന്നും അതിലില്ല. അങ്ങനെയുള്ളൊരു മുടിയെക്കുറിച്ച് അത് വ്യാജമാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ നമ്മളെക്കുറിച്ച് പറഞ്ഞ എന്തൊക്കെയാ? ഒരു സ്വപ്നജീവി പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, പിശാചുക്കളാണ് നമ്മളിന്ന്. ആര് ഈ മുടി വ്യാജമാണെന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമല്ലോ. പാണക്കാട്ടെ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ കേൾപ്പിക്കാൻ പോകുന്നുണ്ട്. കാളമ്പാടി സാദ് പറഞ്ഞില്ലേ, ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട്. ഇവരൊക്കെ പിശാചുക്കൾ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അവരെ സ്വപ്നജീവി പകരക്കാരൻ അദ്ദേഹം പറയുന്നു, കേൾക്കും നിങ്ങൾ. അദ്ദേഹം പറയുന്നു, പിശാചുക്കളാണ് ഇത് എതിർത്ത് കളയുന്നത്. ഏത് കാന്തപുരത്തിന്റെ കൈവശമുള്ള മുടി എതിർക്കുന്നവർ. എന്തൊക്കെ പദപ്രയോഗങ്ങൾ നടത്തി നിങ്ങൾ! ഈ സമുദായത്തിന് എത്ര വേദനിപ്പിച്ചു നിങ്ങൾ! ഈ സമുദായത്തിന്റെ ഊർജവും സമ്പത്തും ചെലവഴിച്ചില്ലേ നിങ്ങൾ? എത്രയാണ് ഇതിന്റെ പേര് നഷ്ടപ്പെടുത്തി കളഞ്ഞത്? അദ്ദേഹം പറയുന്നു, കേൾക്കും നിങ്ങൾ. ആ മുടിയോട് തുല്യമായ മുടിയില്ല. ആരോ പറഞ്ഞത്രേ, മർക്കസിൽ ഉസ്താദിന്റെ കയ്യിലേക്ക് വന്ന മുടിയെ സംബന്ധിച്ച്, ഷഅർ മുബാറക്കിനെ സംബന്ധിച്ച്, കാള പ്രസവിക്കുമ്പോൾ എന്ന് കേട്ടപ്പോഴേക്കും കയറെടുക്കണ്ടാന്ന് പിശാചേ എന്നോട് പറഞ്ഞിട്ടില്ല കാള വെച്ച വിവരം. അള്ളാഹുവിനെ അറിയാതെ നടക്കുന്ന അവനെപ്പറ്റി ചർച്ചയില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയെ സംബന്ധിച്ച് അറിയുമോ നിനക്ക്? മഹാനായ ഇബ്നു സീരീൻ തങ്ങൾ പറഞ്ഞ സഹീഹുൽ ബുഖാരി എടുത്തു നോക്ക്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി എന്റെ അരികിലുണ്ടാവൽ എനിക്ക് ദുനിയാവിലുള്ള സർവസ്വത്തേക്കാളും എനിക്ക് താല്പര്യം അതാണ്. എന്താണ് മുത്തുനബിയെ പറ്റി മനസ്സിലാക്കിയത്? ഉസ്താദിനോട് വെറുപ്പുണ്ടിച്ചിട്ട് ഇങ്ങനെ കൂടി പറയല. സുബ്ഹാനല്ലാഹ്. ഹബീബന്മാരെ ഇപ്പൊ സൗദി ഭരിക്കുന്നത് മദീന കൊണ്ടു നടക്കുന്ന ആരാ? വഹാബികൾ. അപ്പൊ വഹാബികളെ കൈക്കലാണ് ഇപ്പൊ മദീന റൗള, റസൂലുള്ളാഹിന്റെ ഖബർ ശരീഫ്. അപ്പൊ അവിടെ റസൂലില്ല ഖബറില്ല എന്നാണ് പറയല വഹാബികളെ കൈക്കലാച്ചിട്ട്. അപ്പൊ ഉസ്താദിനോടുള്ള ദേഷ്യം കൊണ്ടാണ് നമ്മൾ ആ മുടി എതിർക്കുന്നത്. ഇത് പിശാചുക്കളെ എതിർക്കുകയുള്ളൂ. നമ്മുടെ ഏലംകുളം സഖാഫി, നമ്മുടെ ഈ നാട്ടുകാരൻ, അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? അദ്ദേഹം പറഞ്ഞത്, ആ മുടിയെക്കുറിച്ച് സംശയിക്കുന്ന നിഫാക്കിന്റെ സ്വഭാവമുള്ള ആളുകളാണ്. എന്നാൽ എണ്ണിക്കോ, ഇപ്പോഴത്തെ ഒന്നാമത്തെ മുനാഫിക്ക് സാക്ഷാൽ റഷീദ് സഖാഫി ഏലംകുളമാണ്. പറയേണ്ടി വരും. കാരണം അദ്ദേഹം കേൾപ്പിക്കാൻ പോകുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. റഷീദ് സഖാഫി മുമ്പ് പ്രസംഗിച്ചത്, മുടി എതിർക്കാൻ പാടില്ല, സംശയമുണ്ടെങ്കിലും മിണ്ടരുത്, സംശയമുണ്ടെങ്കിലും ചോദിക്കാൻ പാടില്ല. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നിഫാക്കിന്റെ ലക്ഷണമാണ്. അതൊക്കെ സഹോദരായി ആരെക്കുറിച്ച് പറഞ്ഞതാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുക്കേശമാണെന്ന് ബോധ്യപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞതാ. കേട്ടോളൂ നിങ്ങൾ റഷീദ് സഖാഫി പറയുന്നത്. കേശം ഇവിടെ കൈമാറ്റം ചെയ്യപ്പെട്ടു. ആ രണ്ട് കേശങ്ങളുടെയും സനദ് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആർക്കും പോയി നോക്കാവുന്നതാണ്. ഞാൻ കൂട്ടത്തിലൊന്ന് നടത്തട്ടെ. ഇതുപോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ കോലാഹലമുണ്ടാക്കരുത്. ആർക്കെങ്കിലും ഇത് കിട്ടിയെങ്കിൽ ആ കിട്ടിയവരെ അംഗീകരിക്കാൻ മനസ്സില്ലേ? മിണ്ടാതിരിക്കുക. അതാണ് മര്യാദ. ബഹുമാനപ്പെട്ട കഴിഞ്ഞുപോയ കാര്യങ്ങളിലുള്ള അബൂബക്കർ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്ന ആളുകൾ പറഞ്ഞു, ഒരാളുടെ അടുക്കൽ തിരികേശമുണ്ടെന്നറിഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയുകയില്ലെങ്കിലും മിണ്ടാതിരിക്കുക. അതിനെതിരെ പ്രതികരിക്കുന്നു. അത് മുനാഫിക്കിന്റെ ലക്ഷണമാണ്, കപടന്മാരുടെ ലക്ഷണമാണ്. വളരെ സൂക്ഷിക്കേണ്ട പ്രിയപ്പെട്ടവർ. നിശ്ചയം അവരിൽ നിഫാഖുണ്ട്. അത് ഏത് മുടിയെക്കുറിച്ച് പറഞ്ഞതാണ്? അതും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്നിട്ട് പറയുന്നു മുനാഫിക്കിന്റെ ലക്ഷണമാണ്, സൂക്ഷിച്ചോ, മിണ്ടരുത് എന്നാണ്. ഇതേ മുമ്പ് നമുക്കിതിൽ ഭീഷണി മുഴക്കി പ്രസംഗിച്ചതാണ്. എന്നാൽ അതേ റഷീദ് സഖാഫി പറയാൻ പോകുന്നു, ഇൻഷാ അല്ലാഹ് നടക്കട്ടെ. ഇതൊക്കെ പറഞ്ഞപ്പോഴല്ലേ നമ്മൾ ഇടപെടേണ്ടി വന്നത്. ഈ മുടി അംഗീകരിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ കാഫിറാകും, മുനാഫിക്കാകും എന്നൊക്കെ പറയുമ്പോൾ തിരുത്തി കൊടുക്കണ്ടേ നമ്മൾ? മാത്രമല്ല, മറ്റൊരാൾ പ്രസംഗിച്ചു, കേരള മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു ചെയ്ത വലിയൊരു അനുഗ്രഹമാണ് ഈ കേശം. നമ്മൾ തിരുത്തി കൊടുക്കണ്ടേ? ആരാ പ്രസംഗിച്ചത്? താഹിർ സഖാഫി മഞ്ചേരി. അദ്ദേഹം പറഞ്ഞു, 3 മുടിയാണ്
ഉസ്താദിന് അള്ളാഹു നൽകിയത് ഏതൊക്കെ? 3 മുടി. 1 തലയിലെ മുടി, 2 താടിയിലെ മുടി, 3 കയ്യിലെ മുടി. ഹജ്ജത്തിൽ വധാന് റസൂലുള്ള മുടി കളഞ്ഞപ്പോൾ കിട്ടിയത് 3 മുടി. ഹജ്ജത്തിൽ വധാനത്തെ മുടികളിൽ കയ്യും വേണോ? ഹജ്ജിന് പോയവർക്കറിയില്ലേ? ഇനി പോയിട്ടില്ലേ മസാല പിടിച്ചവർക്കറിയില്ലേ? ഹജ്ജ് കഴിഞ്ഞ തഹല്ലുലാവും മുടികളിൽ എവിടെയാ? താടിയാ? തലമുടിയിലുള്ളൂ. പക്ഷെ തായർ സഖാഫി പറഞ്ഞു 3 മുടിയാണ് അവിടെ ഉള്ളത്. 1 തലമുടിയാണ്, 2 താടിമുടിയാണ്, 3 കൈമുടിയാണ്. ഇങ്ങനെ 3 മുടി അള്ളാഹുവിന്റെ റസൂലിന്റെ 3 മുടി ഉസ്താദിന് നൽകി. കേരള മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു തആല സന്തോഷം നൽകിയിരിക്കുകയാണ്. കേൾക്കൂ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ ശറഫാക്കപ്പെട്ട തലമുടിയിൽ നിന്ന്, അവിടുത്തെ താടിരോമത്തിൽ നിന്ന്, അവിടുത്തെ കയ്യിൽ നിന്ന്, അവിടുത്തെ ശരീരത്തിലെ ശറഫാക്കപ്പെട്ട 3 അവയവങ്ങളിൽ നിന്ന് 3 ഷഅർ മുബാറക്കുകൾ നൽകി ബഹുമാനപ്പെട്ട ശൈഖുനാ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിനെ നമുക്ക് വേണ്ടി ആദരിച്ചു. വല്ലാത്ത സന്തോഷം തന്നെ. ഉസ്താദ് ഇവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് പറയാൻ വിഷമമുണ്ട്. ഉസ്താദിനെ ഇരുത്തിയിട്ട് പറയാം, ഉസ്താദ് ഇവിടെ ഉള്ളോട് കുറച്ച് പ്രയാസമുണ്ട്. ഉസ്താദ് ഉള്ളതുകൊണ്ട് 3-ൽ നിന്നു, 3 ഭാഗത്തിലും നിന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ എന്തൊരു മനുഷ്യന്മാർ. എന്നാ അടുത്ത ഉസ്താദ് പ്രസംഗിക്കണത്, ഉസ്താദിന്റെ പ്രസംഗം എന്റെ കയ്യിലുണ്ട്. അതിന്റെ ശേഷമുള്ളത് നമ്മൾ എവിടെന്നെങ്കിലും കിട്ടിയ ക്ലിപ്പല്ല ഇടുന്നത്. ആ സീഡിയുടെ അവ്വൽ മുതൽ ആഖിർ വരെ എന്റെ കയ്യിലുണ്ട്. ഞാനത് ആവർത്തിച്ച് കേട്ടോക്കെ ഇന്ന് ഉസ്താദ് തിരുത്തുന്നുണ്ടോ? ഇല്ല, ഒന്നും ഉണ്ടില്ല.